ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി HMT ജംഗ്ഷനിൽ നിന്നും വെറും 6 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. ബസ് റൂട്ടിനോട് വളരെ അടുത്താണ്. വളരെ എന്ന് പറഞ്ഞാൽ റോഡ് ഫേസിംഗ് ആയിട്ടാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഒരു 20 മീറ്റർ നടന്നു കഴിഞ്ഞാൽ, വെറും 20 ഫുട് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബസ് റൂട്ടിലേക്ക് എത്താവുന്ന ദൂരത്തിലാണ് ഇത് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വളരെ കുറഞ്ഞ ബഡ്ജറ്റാണ്. കളമശ്ശേരിയിൽ റോഡ് സൈഡിലായിട്ട് തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ പെൻഡിങ് ആയിട്ടുള്ളത്. നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ആ ഒരു ഗേറ്റ് വെക്കാനുള്ള വർക്കുകളും കാർ പോർച്ചിന്റെ ഫ്ലോറിംഗ്, അങ്ങനെയുള്ള വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ഈ ഒരു വീട്ടിൽ നമുക്കിനി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഞാൻ പറഞ്ഞിരുന്നു, എറണാകുളം ജില്ലയിലെ കളമശ്ശേരി HMT ജംഗ്ഷനിൽ നിന്നും 6 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് നോക്കുവാണെങ്കിൽ 3.3 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് 12 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്ക് പോകേണ്ടവർക്കാണെങ്കിൽ വെറും 10 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വളരെ ഈസി ആയിട്ട് എത്താം. വെറും 14 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിലേക്ക് വളരെ ഈസി ആയിട്ട് എത്താവുന്നതാണ്. വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇത് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത്. ഞാൻ പറഞ്ഞതിന്റെ ഫ്രണ്ടിൽ കാണുന്ന പോർഷനിൽ നമുക്ക് മതിൽ കെട്ടാനുണ്ട്, മതിൽ കെട്ടി ഗേറ്റ് വെക്കാനുണ്ട്. ആ ഒരു വർക്ക് മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഫ്ലോറിംഗ് വർക്കുകളും കൂടെ നമുക്കിനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോഴേക്കും ചെറിയ ബഡ്ജറ്റുള്ള വീടായതുകൊണ്ട് പെട്ടെന്ന് സെയിലായി പോകുന്നത് കൊണ്ടാണ് ഇൻകംപ്ലീറ്റ് ആയ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോസ് എടുക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടിരുന്നു. അത്യാവശ്യം ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ്. ബോർഡേഴ്സിലൊക്കെ ഒരു ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട്. ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. പില്ലറൊക്കെ നോക്കുവാണെങ്കിൽ ക്ലാഡിംഗ് സ്റ്റോണിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീട്ടിലേക്കുള്ള വാട്ടറിന്റെ സോഴ്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ കിണറുണ്ട്. അത് കൂടാതെ മറ്റൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് KWയുടെ വാട്ടറാണ്. വീട് കംപ്ലീറ്റ് ആയിട്ട് ചെറിയ രീതിയിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് വളരെ സിമ്പിൾ ആയിട്ടും സ്റ്റാൻഡേർഡും ആയിട്ടാണ് വീടിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ സിറ്റ് ഔട്ട് നിങ്ങൾ നോക്കിക്കോളൂ. അവിടെ കാണുന്ന പില്ലർ വന്നിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വന്നിട്ട് വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആഞ്ഞിലി, മഹാഗണി ഇങ്ങനെയുള്ള തടികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് വീടിന്റെ ഡോറ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വീട് ഞാൻ പറഞ്ഞിരുന്നു പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിന്റെ മെയിൻ ഡോറൊക്കെ തിരിഞ്ഞിരിക്കുന്നത്. സിറ്റ് ഔട്ട് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഒരു ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 ചെയറുകൾ ഇടാനുള്ള ഒരു ചെറിയ സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്കിത് വീടിനകത്തുള്ള വിശേഷങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വന്നിരിക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലാണ്. വരുമ്പോൾ തന്നെ ഫ്ലോർ നോക്കുവാണെങ്കിൽ വിട്രിഫൈഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ ഡോറിന്റെ അടുത്തായിട്ട് നമുക്ക് 2 ഫ്രഞ്ച് മോഡൽ വിൻഡോസ് ആണ് കിട്ടുന്നത്. അത്യാവശ്യത്തിന് നല്ല സ്പേസ് ഉള്ളൊരു റൂമാണ് നമുക്ക് ഇവിടെ ലിവിങ്ങിനായിട്ട് കിട്ടുന്നത്. ഇതിന്റെ നേരെ റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ലിവിംഗ് കഴിഞ്ഞാൽ പിന്നെ നേരെ അങ്ങോട്ടേക്ക് ഡൈനിങ് സ്പേസ് ആണ്. അപ്പൊ ലിവിംഗും ഡൈനിങ്ങും കൂടെ ഏകദേശം ഒരു വലിയ ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് TV ഒക്കെ വെക്കാനുള്ള അറേഞ്ച്മെന്റ് നമ്മുടെ ഒരു ചോയ്സ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ലിവിംഗിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡൈനിങ്ങിൽ വെക്കാം. എവിടെ വേണമെങ്കിലും നമുക്ക് TV വെക്കാവുന്ന ഓപ്ഷനാണ് ഈ ഒരു വീട്ടിലുള്ളത്. ഡൈനിങ്ങിനൊക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഡൈനിങ് ഹാളിലേക്കുള്ള വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ വേറെ 3 വിൻഡോസുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഡൈനിങ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ലിവിംഗ് സ്പേസിൽ നമുക്ക് TV വെക്കാനായിട്ട് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാവുന്നതാണ്. കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് പ്ലഗ് പോയിന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു TV യൂണിറ്റ് വെക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. ലിവിംഗും ഡൈനിങ്ങും കൂടെ ഒന്നിച്ചിങ്ങനെ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ മുകളിലത്തെ റൂഫിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം LED സ്ട്രിപ്പുകൾ വരുന്നുണ്ട്. ചെറിയ രീതിയിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സിന്റെ വർക്കുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് റൂഫിലുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടെ കാണാനുള്ളത് ഒരു ബെഡ്റൂം താഴെ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ ലിവിംഗിന്റെ ഡൈനിങ്ങിന്റെ മിഡിലായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാൻ പറ്റുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് ഒക്കെ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലുമാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ഏരിയ നിങ്ങൾ കണ്ടിരുന്നു. സ്റ്റെപ്പിന്റെ താഴെ ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് സ്റ്റെപ്പിന്റെ ബാലൻസ് ഉള്ള സ്പേസ് നോക്കിയാലും കാണാം അവിടെയൊക്കെ ധാരാളം സ്പേസുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് അതൊക്കെ കവർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇൻവെർട്ടേഴ്സ് ഒക്കെ വയ്ക്കാനായിട്ട് ആ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. താഴെ നമുക്ക് ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്.
ഇവിടുത്തെ വർക്കുകളെല്ലാം ജസ്റ്റ് ഫിനിഷ് ആണ്. അതുകൊണ്ട് തന്നെ വർക്ക് കഴിഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്യാനുണ്ട്. അതൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണുന്നത്. ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോകൾ വരുന്നുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് റൂഫിൽ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ LED സ്ട്രിപ്പുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടാണ് റൂഫിലുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കിട്ടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് വോളിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ലെങ്തി ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ചെയ്തിരിക്കുന്നത്. താഴെയുള്ള ഈ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. വീണ്ടും നമ്മൾ ലിവിംഗ് സ്പേസും ഡൈനിങ് ഏരിയ ഒക്കെ കഴിഞ്ഞിട്ട് കിച്ചൺ ആണ് ഇനി കാണാൻ പോകുന്നത്. കിച്ചൺ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ഡോർ വന്നിട്ട് ഹാഫ് വുഡിലും ഹാഫ് ഗ്ലാസിലുമാണ് ചെയ്തിരിക്കുന്നത്. ഒരു 3 പേർക്ക് വരെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് നമുക്ക് കിച്ചണകത്ത് കിട്ടുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് വൈറ്റ് കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. 3 വിൻഡോസ് നമുക്ക് സ്ട്രേറ്റ് നോക്കുമ്പോൾ കാണാം. കിച്ചൺ ക്യാബിനറ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയുമായിട്ട് 2 ലെയറിലാണ് ക്യാബിനറ്റ്സ് വരുന്നത്. താഴെ നമുക്ക് വേറെ 3ാമത്തെ ലെയറിലും കൂടി കിട്ടുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കിച്ചണോട് ചേർന്ന് നമുക്കൊരു ഡോറ് കാണാം. ഇത് തുറന്നാലും നമ്മുടെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ആണ്. നമുക്ക് വർക്ക് ഏരിയക്കേക്കുള്ള സ്പേസ് ആണ്. അവിടെ പ്രത്യേകിച്ച് വർക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് കാണിക്കുന്നില്ല. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിരിക്കുകയാണ്. നടന്നു വന്ന വഴിയിലൊക്കെ ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നേരെ നോക്കുമ്പോൾ നമുക്ക് അവിടെ 4 ചെറിയ വിൻഡോസും ആണ് ചെയ്തിരിക്കുന്നത്. നേരെ മുകൾ ഭാഗത്ത് നോക്കുവാണെങ്കിൽ 1-2 ലൈറ്റുകൾ ഇപ്പം ഞാൻ പറഞ്ഞു അണ്ടർ കൺസ്ട്രക്ഷൻ വർക്കുകൾ കുറച്ചും കൂടി ഫിനിഷ് ചെയ്യാനുള്ളത് കൊണ്ടാണ് എല്ലാ ലൈറ്റുകളും നമുക്ക് ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റാത്തത്. അവിടെയൊക്കെ ചെറിയ വർക്കും വലിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഒരു വലിയ ഹാളിലാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ് നമുക്കിവിടെ കിട്ടുന്നത്. നേരെ വരുമ്പോൾ 3 വിൻഡോസ് ആയിട്ടാണ് നമുക്കിവിടെ ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിലുള്ള അപ്പർ ലിവിംഗ് സ്പേസ് ഇതാണ്. ഇവിടെ ആയിട്ടാണ് നമുക്ക് TV ഒക്കെ വെക്കാനുള്ള ആ ഒരു സ്പേസ് കിട്ടുന്നത്. നേരെ മുകളിലൊക്കെ നിങ്ങൾ കണ്ടു നല്ല രീതിയിൽ തന്നെ വർക്കുകൾ വരുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണെങ്കിലും ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടാണ് ആ ഒരു ഭാഗങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. നമുക്കിനി മുകളിൽ 2 ബെഡ്റൂമുകളും കൂടെയാണ് കാണാനുള്ളത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്നത് ഈ ഭാഗത്തു നിന്നാണ്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ടോട്ടൽ നോക്കുവാണെങ്കിൽ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളുടെ ഒക്കെ പാറ്റേൺ സെയിം തന്നെയാണ്. ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് വർക്ക് കഴിഞ്ഞതിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ബിസി ആയിട്ട് കിടക്കുന്നുണ്ട്. താഴെ കണ്ടതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് വരുന്നുണ്ട്. അത്യാവശ്യത്തിന് LED സ്ട്രിപ്പുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. താഴെ നമ്മൾ കണ്ട ആ ഒരു സെയിം വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വോളിലൊക്കെ ടൈലുകളെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ട 2 ബാത്റൂമുകൾ നല്ല ലെങ്തി ആയിട്ടും സ്പേഷ്യസ് ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. 2ാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി സ്റ്റെപ്പ് കയറി വന്നത് ഇവിടെ നിന്നാണ്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് യൂട്ടിലിറ്റീസ് ഉള്ള ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് റൂഫിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാം. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോർ നോക്കുകയാണെങ്കിൽ കുറച്ച് ഭംഗിയായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പൈപ്പ് കണക്ഷനും അതുപോലെ വേസ്റ്റ് വാട്ടർ ലൈൻ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂം ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം സ്പേസ് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളും വലിയ LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. 3ാമത്തെ ബെഡ്റൂമും കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചിവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഫൈനലി നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ മെയിൻ ബാൽക്കണിയാണ്.
ബാൽക്കണിക്ക് നമുക്ക് ഹാൻഡ് റൈൽസിന്റെ വർക്കുകൾ ചെയ്യാനുള്ളത് മാത്രമാണ് നമുക്കിനി പെൻഡിങ് ആയിട്ടുള്ളത്. ഫ്ലോർ ഒക്കെ വന്നിട്ട് നമ്മൾ യൂട്ടിലിറ്റി പോലെ തന്നെ കുറച്ച് ഡിഫറെന്റ് ആയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടെ ഒരു ഹാൻഡ് റൈൽസ് പിടിപ്പിക്കാനുള്ള വർക്കും കൂടെയാണ് ബാക്കിയുള്ളത്. നമുക്ക് ഒരുപാട് നൈബേഴ്സ് ഒക്കെയുള്ള റോഡിന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെട്ടത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി HMT ജംഗ്ഷനിൽ നിന്നും 6 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. മെഡിക്കൽ കോളേജ് വളരെ അടുത്താണ്. ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററേ ഉള്ളൂ. എയർപോർട്ടിലേക്ക് 14 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈസി ആയിട്ട് എത്താവുന്നതാണ്. മെയിൻ റോഡിനോട്, അതായത് ബസ് റൂട്ടിനോട് വളരെ അടുത്താണ്. വെറും 20 സ്റ്റെപ്പ് നമുക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബസ് റൂട്ടിലേക്ക് എത്താവുന്ന റോഡിന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങൾ, ഹോസ്പിറ്റലുകൾ, കുട്ടികൾക്കുള്ള സ്കൂളുകൾ എല്ലാം തന്നെ ഇതിന്റെ ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് റോഡിനോട് വളരെ അടുത്ത് ഈ ഒരു ബഡ്ജറ്റിൽ ഒരു വീട് കിട്ടുക എന്നുള്ളതാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 3 സെന്റ് സ്ഥലത്ത് 1425 സ്ക്വയർ ഫീറ്റിലാണ് 3 ബെഡ്റൂമോട് കൂടിയുള്ള ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. 3 സെന്റ് ഓഫ് ലാൻഡിൽ 1425 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. മനോഹരമായി ഈ വീടിന് ഓർഡർ ചോദിക്കുന്ന പ്രൈസ് വെറും 65 ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ്. 65 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. റോഡിനടുത്തുള്ള ബസ് റൂട്ടിന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്യൂട്ട് ആയിട്ടുള്ള വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവര് എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഈ വീട് നിങ്ങൾക്ക് ലോൺ വ്യവസ്ഥയിൽ സ്വന്തമാക്കണമെങ്കിൽ ഏത് ബാങ്കിൽ നിന്നാണെങ്കിലും തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് അതിനുകൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് എന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് വീട് എന്നുള്ളൊരു മോഹം സാക്ഷാത്കരിക്കുവാനായിട്ട് മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.